കേന്ദ്രത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും CPIM-ഉം രംഗത്ത്. നാടിന് ഗുണമുള്ള എല്ലാ വികസനങ്ങളും വരട്ടെ എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. അതേസമയം പദ്ധതി എതിർത്ത് രംഗത്തെത്തിയ കെ സുധാകരന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിയിട്ടുണ്ട്. പദ്ധതിയെ കണ്ണടച്ചെതിർക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കേരളത്തിൽ വലിയ സമരത്തിന് കാരണമായ സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി തള്ളി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട ഫയലുകൾ സംസ്ഥാന സർക്കാരിന് മുൻപിൽ ഇനിയും എത്തിയിട്ടില്ല. കേരളം ആഗ്രഹിച്ച പദ്ധതിയാണ് അതിവേഗ റെയിൽവേ എന്നും വെറും വാക്കായി പോകാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. ഹൈസ്പീഡ് കോറിഡോർ നമുക്ക് വേണം. അത്തരത്തിൽ ഒരു റെയിൽവേ നമുക്ക് ആവശ്യമുണ്ട്. മൈസൂർ പാത വർഷങ്ങളായി നടക്കുകയാണ്. അപ്പോൾ ലഭ്യമാകുന്ന പാതകളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ശബരി പാത നിരവധി തവണ അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്, നടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമായി ഇത് ഒതുങ്ങിപ്പോകരുത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണകരമായ ഒന്നാണ്. അത് നടക്കണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ അറിയുന്നത്. പദ്ധതി സ്വാഗതം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. സംസ്ഥാനം മുന്നോട്ട് വച്ച ഒരു പദ്ധതി പേരുമാറ്റി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആവശ്യകത കേന്ദ്രത്തിന് ബോധ്യമായതുകൊണ്ടാണെന്ന പ്രചാരണവും സജീവമാണ്. ഏത് സാധ്യതകളും ഈ അതിവേഗ അല്ലെങ്കിൽ അർദ്ധ അതിവേഗ റെയിൽപാളത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളും വരട്ടെ, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. കേരളയിൽ തന്നെ അതേപോലെ തന്നെ തുടരണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല, അത് വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് സംബന്ധിച്ചെല്ലാമുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് പരിശോധിക്കാവുന്നതാണ്, ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുന്നതാണ്. അതേസമയം അതിവേഗ റെയിൽപാതയെ ചൊല്ലി കോൺഗ്രസ് രണ്ട് തട്ടിലാണ്. ഇന്നലെ കെ സുധാകരൻ നടത്തിയ അതിവേഗ റെയിൽ വിരുദ്ധ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പദ്ധതിയെ കണ്ണടച്ചെതിർക്കുന്നില്ലെന്നും കൃത്യമായി പഠിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നും VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം, അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പോൾ യാഥാർത്ഥ്യമായി ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. വരട്ടെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് എതിർക്കണത്? വരട്ടെ. കെ റെയിലിനെ എതിർത്തതുപോലെ അതിവേഗ റെയിൽവേയും അതിശക്തമായി എതിർക്കുമെന്നായിരുന്നു കെ സുധാകരന്റെ ഇന്നലത്തെ പ്രസ്താവന. വമ്പൻ ചിലവ് കേരളത്തിന് താങ്ങാനാകില്ലെന്ന് പറഞ്ഞായിരുന്നു സിൽവർ ലൈൻ പദ്ധതി പ്രതിപക്ഷം നേരത്തെ എതിർത്തിരുന്നത്. അതിവേഗ റെയിൽപാതയ്ക്ക് മൊത്തം ചിലവ് 1 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.